ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഡേറ്റ് നവംബർ 6, സമയത്ത് 9:25 ആയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തി, ഒരു അപ്പ് സൈഡിൽ നിന്ന് വന്നു, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻസ് കാണാം, ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്യൂ ഒരു ബീറിഷ് വ്യൂ ആണ്, ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ നമുക്ക് ഈ ലെവലിൽ നമുക്ക് ഒന്ന് രണ്ട് സപ്പോർട്ട് ലെവലുകൾ കാണാം. മുൻപ് ലാസ്റ്റ് വീക്കിൽ ക്രിയേറ്റ് ചെയ്ത സപ്പോർട്ട് ലെവൽ ഇവിടെ ഉണ്ട്. റൈറ്റ്, ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ആൻഡ് തൊട്ട് താഴെ ഈ ഒരു സിംഗിലോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലാണ്. പക്ഷേ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്നത്തെ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത്, ഈ റിജക്ഷൻസ് കാണുന്ന സമയത്ത് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾസോ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ ഉണ്ട്, അതൊരു വേറെ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വരുന്ന സമയത്ത് ഓൾറെഡി ഈ ഒരു സപ്പോർട്ട് ലെവൽ ബൈ ചെയ്യാൻ എൻട്രി എടുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പേടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പേഴ്സ് അതിൻ്റെ താഴെയുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെഗുലർ ക്വാണ്ടിറ്റി ഇവിടെ ബൈ ചെയ്യുകയാണ്. എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ് എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എൻട്രി എടുക്കുന്നത്, ഒരു കൺഫർമേഷന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. റൈറ്റ്, അപ്പോൾ ഒരു 10-20 പോയിന്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. റൈറ്റ്, സോ എനിവേ ഞാൻ ഒരു ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഒരു പ്രോപ്പർ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്, അപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഒരു ലോവർ ഹൈ ഫോർമേഷൻ തന്നെയാണ്, സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ്. സോ ഇവിടെയും ഒരു പ്രോപ്പർ റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. എന്തായാലും ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. ഓക്കെ, സോ ഈ പറയുന്ന ബയേഴ്സ് ഇപ്പം ഓവർനൈറ്റ് പൊസിഷൻ എടുത്തിരിക്കുന്ന ബയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓവർനൈറ്റ് മീൻസ് വീക്കിലി ഓപ്ഷൻ സെൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരു ഇൻവാലിഡ് പോയിന്റ്, അതായത് ബയോ എൻട്രി എടുത്തിരിക്കുന്ന ഒരു ഇൻവാലിഡ് പോയിന്റ് ആ ഒരു ലെവലായിരിക്കും. റൈറ്റ്, അതുകൊണ്ട് തന്നെ ആ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്തിരിക്കാം. ആൻഡ് സ്റ്റോപ്പ് ലോസ്, സോ ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ ഡേ ഹൈ വരെ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ആൻഡ് ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ഡേ ഹൈ ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. നല്ലൊരു ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, ഇനി ഡിസ്പ്ലിനോട് വെയിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ചെറിയ റണ്ണിങ്ങിലാണ്, സോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. ആ ഒരു എക്സ്പെക്ട് ചെയ്ത ലെവൽ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയൊരു മൊമെൻ്റ് ഒന്നും പ്രീമിയത്തിലൊന്നും കാണുന്നില്ല. ഒരു 40 പോയിന്റ് ഒക്കെ ഉള്ളൂ പ്രോഫിറ്റ് വന്നിട്ടുള്ളൂ, ഇപ്പോൾ 40-50 പോയിന്റ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആൻഡ് ആ ഒരു സപ്പോർട്ട് ലെവൽ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് റീടെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണാം. നിഫ്റ്റിയിൽ നല്ലൊരു സ്ട്രോങ് സെല്ലിങ് നടന്നിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു മൊമെൻറ്റം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. നോക്കാം എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഈ ലെവലിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്കറിയാം ഓപ്ഷൻ ബൈയിങ് ആണ്. ഇപ്പോൾ പ്രീമിയത്തിലൊക്കെ നല്ല രീതിയിൽ മെൽറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലോട്ട് വരുന്ന സമയത്ത് നോക്കാം ചെറിയ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാനുള്ള പ്ലാൻ നോക്കാം. ചെറിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഇതാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് പ്ലാന്. നോക്കാം എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ബ്രേക്ക് ഡൗൺ നടത്തി. ബട്ട് ആ ഒരു ലെവലിൽ സൈഡ് വേസ് മാർക്ക് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ആ ലെവലിലാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. സ്റ്റിൽ എൻ്റെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ വളരെ ചെറിയ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഇപ്പോൾ 2 ഓപ്ഷനാണ് ഇപ്പോൾ എനിക്ക് മുൻപിലുള്ളത്. നിങ്ങൾ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നിഫ്റ്റി അത്യാവശ്യം സെല്ലിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. റൈറ്റ്, പിന്നെ ഒരു കാര്യം നോട്ടിട്ട് ഇപ്പം റിവേഴ്സൽ വന്ന് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ വിചാരിക്കും വെറുതെ എന്തിനാണ് ഒരു ഇമോഷണൽ പെയിൻ എടുക്കുന്നത്. ബെറ്റർ ഈ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. നല്ല ദിവസങ്ങൾ വരും അല്ലേ, ഇനിയും നല്ല ദിവസങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈസിലി നല്ല ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സ്റ്റിൽ ഈ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുവാണെങ്കിൽ ബീറിഷ് തന്നെയാണ്. പക്ഷെ ആ ഒരു മൊമെൻറ്റം അല്ലേ, ഓപ്ഷൻ ബയർ നമുക്ക് എന്താണ് ആവശ്യം, നല്ല സ്ട്രോങ് മൊമെൻ്റ് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിയർലി ഒരു 10 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.